എനിക്ക് വെള്ളത്തിലിറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കാലില്ല, കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് എന്നോട് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, നീന്തൽ പഠിക്കണമെങ്കിൽ കയ്യോ കാലോ അല്ല വേണ്ടത്, ശരീരത്തിൻ്റെ കുറവുകൾ മാറ്റി വെച്ചിട്ട് മനസ്സിൻ്റെ നിറവ് വേണം എന്ന് പറഞ്ഞു. ഇത് എറണാകുളം കോട്ടപ്പുറം സ്വദേശി രതീഷ്. 2.5 വയസ്സിലുണ്ടായ പോളിയോ ബാധയാണ് ഒരു പോലീസുകാരനാകണമെന്നുള്ള രതീഷിന്റെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയത്. ചികിത്സകൾ പലതും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇയാൾക്കിനി 2 കാലിൽ എഴുന്നേറ്റ് നടക്കാനാകില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ തന്റെ കൈകളെ ചിറകുകളാക്കി മനക്കരുത്തുകൊണ്ട് അയാൾ ആ വിധിക്കുമേൽ പറന്നുയർന്നു. ഞങ്ങൾ NCCയിൽ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈപൊക്കാൻ പറഞ്ഞു സാറ് വന്നിട്ട്. അപ്പോൾ എൻ്റെ ബെഞ്ചിലിരുന്നിട്ട് ഞാനും കൈപൊക്കി, അനീഷും കൈപൊക്കി. കാരണം എനിക്ക് പോലീസ്, ആർമി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പോലീസിൽ ചേരണം, ആർമിയിൽ ചേരണം. അപ്പോൾ NCCക്ക് കണക്ട് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് കൈപൊക്കിയപ്പോൾ സാറ് എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു അവന് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സാറ് എന്നെ ഇങ്ങനെ തലോടിയിട്ട് സാർ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ അനീഷാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അനീഷ് ഇന്ന് പോലീസിലാണ്. അനീഷാണ്, എടാ നിനക്ക് ഇങ്ങനെ പോലീസിൽ ചേരാൻ പറ്റില്ലെന്ന് പറയുന്നത് അപ്പോഴാണ്. പിന്നെ നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത് നമുക്കിനി കുറേ പരിമിതികളുണ്ട്. MTB സൈക്കിളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് തിരിച്ചറിയുന്നത് നമുക്കിനി ഒരിക്കലും MTB സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല, പോലീസിൽ ചേരാൻ പറ്റില്ല, ആർമിയിൽ ചേരാൻ പറ്റില്ല, നല്ല മികച്ച വണ്ടികൾ ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ തിരിച്ചറിവ് കിട്ടുന്ന അവിടെ നിന്നാണ്. അമ്മയുടെ ഒക്കത്തിരുന്നാണ് രതീഷ് സ്കൂളിൽ പോയിരുന്നത്. സ്കൂളിൽ കൂട്ടുകാർ ഓടിക്കളിക്കുമ്പോൾ നോക്കിയിരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ആ ഒറ്റപ്പെടലിൽ തന്റെ കൈകളെ അയാൾ കൂട്ടുകാരനാക്കി. ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുന്ന കൂട്ടുകാരെ തന്റെ സ്ലേറ്റിൽ വരച്ചെടുക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം. ഞാൻ സ്കൂൾ തലം മുതലും വരയ്ക്കുമായിരുന്നു. എൻ്റെ മുരളി എന്ന് പറയുന്ന മാമൻ വരയ്ക്കും. അദ്ദേഹം വരച്ചു തന്ന ചിത്രത്തിൻ്റെ മുകളിൽ കൂടെ വരച്ചിട്ടാണ് ഞാൻ വര പഠിക്കുന്നത്. 3-ലോ മറ്റോ പഠിക്കുമ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ സ്കൂളിലെല്ലാവരും പുറത്ത് കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ ഞാൻ സ്കൂളിൻ്റെ അകത്ത് നമ്മുടെ സ്ലേറ്റിൽ വരയ്ക്കുമായിരുന്നു. പിന്നെ അത് പതിയെ പേപ്പറിലേക്ക് വന്നു, പെൻസിൽ കൊണ്ട് വരച്ചു തുടങ്ങി. ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൽ വിദേശീയരൊക്കെ ചെയ്യുന്ന അതേ റേഞ്ചിൽ തന്നെ അത്യാവശ്യം മികച്ച രീതിയിൽ പോർട്രേറ്റ് നമ്മളിപ്പോൾ ചെയ്യും. രതീഷ് വരച്ച മനോഹരമായ ചിത്രങ്ങൾ കണ്ട് പലരും അന്വേഷിച്ചെത്തി. ഒടുവിൽ തേടിയെത്തുന്നവരെ തന്റെ ക്യാൻവാസിൽ പകർത്തി നൽകി അയാൾ തന്റെ ഉപജീവന മാർഗം കണ്ടെത്തി. സിനിമാ താരങ്ങളെയും രാഷ്ട്രീയക്കാരെയും വരച്ചു നൽകാൻ തുടങ്ങിയതോടെ അംഗീകാരങ്ങളും രതീഷിനെ തേടിയെത്തി. കോവിഡിൻ്റെ സമയത്ത് ഞാൻ വെറുതെ ചിത്രങ്ങൾ വരച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഓരോരുത്തർ വരച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് പലരും വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതെൻ്റെ ഒരു പാഷനാണ്, അതെനിക്ക് പ്രൊഫഷനാക്കാമെന്ന് കരുതി ചിത്രങ്ങൾ നമ്മൾ വരച്ചു തുടങ്ങിയ കാലം മുതൽ ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അനിയൻ ജില്ലാ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിയൻ വഴി നമുക്കൊരു വർക്ക് വന്നതാണ്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് സാറ് വന്നപ്പോൾ നമുക്കൊരു ചിത്രം വരച്ചു കൊടുക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അത് കണ്ടിട്ട് ഒത്തിരി വർക്കുകൾ നമുക്ക് വന്നു. അതിനുശേഷം നമുക്ക് മിനിസ്റ്റർ ബിന്ദു മാം വന്നപ്പോൾ മാമിനൊരു വർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അതും വളരെ റീച്ചായിരുന്നു. ആ കെയർ ഓഫിൽ നമുക്ക് ഒത്തിരി വർക്കുകൾ വന്നു. പിന്നെ P. രാജീവ്, നമ്മുടെ സ്വന്തം നാട്ടിൽ രാജീവ് സാറ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വർക്ക് ചെയ്ത് കൊടുത്തു. അതുവഴിയും നമുക്ക് ഇങ്ങനെ സെലിബ്രിറ്റീസിന് കൊടുക്കും തോറും അത് ഒത്തിരി പബ്ലിഷ് ആവുകയും അതുവഴി നമുക്ക് ഒരുപാട് വർക്കുകൾ വരികയും ചെയ്തു. പിന്നെയാണ് നമ്മൾ മഞ്ജു വാര്യർ മാമിന് ഒരു ചിത്രം വരച്ചു കൊടുത്തു. അത് ഒത്തിരി റീച്ചായിരുന്നു. കാരണം ഫോറം മാളിൽ വെച്ചിട്ടായിരുന്നു. ആ മാള് ഫുൾ ക്രൗഡായിരുന്നു. അവിടെ ഭയങ്കര റീച്ചായിരുന്നു. ഒത്തിരി വർക്കുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നു. കാരണം പലരും നമ്മളെ തേടി പിടിച്ച് നമ്പർ കണ്ടെത്തി വിളിച്ച് നമുക്ക് വർക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നു. മഞ്ജുമാമൻ അത് ഒത്തിരി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തന്നെ മഞ്ജുമാമൻ എനിക്കൊരു ഫോൺ, ഓൾറെഡി റെഡ്മിയുടെ ഒരു ഫോൺ, മഞ്ജുമാമൻ ഇങ്ങനെ ചോദിച്ചേ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ട് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, എൻ്റെ നിന്നൊരു ഗിഫ്റ്റ് വാങ്ങിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുമാമൻ തന്ന ഫോണാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ലാൽ സാറിനെ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓൾറെഡി നമ്മൾ ലാൽ സാറിൻ്റെ ഒരു ചിത്രം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ദൃശ്യം 2 പിക്കാണ്. ഒത്തിരി കാലം മുമ്പ് വരച്ച് വെച്ചാണ്. അത് ലാൽ സാർ കാണാനിടയായിട്ടുണ്ട്.
അദ്ദേഹം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അവസരത്തിൽ കണ്ട് നമ്മൾ ഉടനെ അത് കൊടുക്കും. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കയറിക്കൂടിയ ചില ആഗ്രഹങ്ങൾ അയാളെ അപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. ഒരിക്കലെങ്കിലും പുഴയിലൊന്ന് നീന്തണം. ഇരു കാലുകളും കൈകളും ഉള്ളവർ പോലും പരാജയപ്പെടുന്ന സാഹസം. പക്ഷേ വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറായില്ല. മനക്കരുത്തുകൊണ്ട് ശരീരം തോൽപ്പിച്ചെടുത്തു നിന്നും രതീഷ് നീന്തിക്കയറിയത് ചരിത്രത്തിലേക്കായിരുന്നു. എനിക്ക് നീന്താനും കൂടി പറ്റില്ല. വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ നാട് കോതാടാണ്. ചുറ്റും വെള്ളവും കായലും ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുന്ന ആ കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ആലുവ പുഴ കാണുമ്പോൾ എപ്പോഴും അതൊരു വിഷമമാണ്. നമുക്ക് ആ വെള്ളത്തിലൊന്ന് ഇറങ്ങാനോ കളിക്കാനോ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സജീവ് വാളശ്ശേരിയിൽ എന്ന് പറഞ്ഞൊരു മനുഷ്യ സ്നേഹിനെ കണ്ടെത്തുന്നത്. അദ്ദേഹം 16 വർഷമായിട്ട് സൗജന്യമായിട്ട് 2 വയസ്സ് മുതൽ 89 വയസ്സ് വരെ ഉള്ളവരെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു മഹാവ്യക്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്നെയും കൂടി ഒന്ന് എനിക്ക് വെള്ളത്തിലിറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കാലില്ല, കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാർ എന്നോട് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, എടാ നീന്തൽ പഠിക്കണമെങ്കിൽ കയ്യോ കാലോ അല്ല വേണ്ടത്, നമുക്ക് ശരീരത്തിൻ്റെ കുറവുകൾ മാറ്റി വെച്ചിട്ട് മനസ്സിൻ്റെ നിറവ് വേണം എന്ന് പറഞ്ഞു. കൈകൾ കൊണ്ട് മാത്രം എങ്ങനെ നീന്താമെന്ന് പഠിച്ചിട്ട് അതെന്നെ പഠിപ്പിക്കുമായിരുന്നു. ഒരു 11ാം ദിവസം ഞാനും സാറും കൂടി പെരിയാറിൻ്റെ നമ്മൾ കാണുന്ന ദേശംകടവിൻ്റെ അക്കരെ വരെ പോകാൻ പറ്റി. അതിനുശേഷം 22ാം ദിവസം നമ്മൾ ആലുവ പെരിയാറ് മണപ്പുറം ആശ്രമം കടവിൽ നിന്ന് മണപ്പുറം ദേശംകടവിലേക്ക് നീന്തി 1.5 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ സാധിച്ചു. പെരിയാറ് നീന്തി കഴിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു വേമ്പനാട്ട് കായൽ. കാരണം ഇത്ര ദീർഘദൂരം ഇങ്ങനെ വെള്ളം കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് അതിനോടൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നീന്തി കിടക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 4-ാം തീയതി മെയ് 4-ന് സജീവ് വാളശ്ശേരി സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വേമ്പനാട്ട് കായൽ വടക്കൻകര അമ്പലക്കടവിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിക്കൂർ എടുത്തു നമ്മൾ വൈക്കം ബീച്ചിലേക്ക് നീന്തി കയറി. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. കാരണം ഇതിനു മുമ്പ് എന്നെപ്പോലെ ശാരീരിക പരിമിതിയുള്ള ഒരാൾ ഇത്രയും ഡിസ്റ്റൻസ് നീന്തി കടന്നിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ പേരിൽ ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് റെക്കോർഡാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും പറ്റില്ല എന്ന് കരുതിയിരുന്ന നിമിഷത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും എന്നെ പോലുള്ള മറ്റുള്ളവർക്കും പൊതുസമൂഹത്തിനും പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു മികച്ച ഒരു അവസരമായിരുന്നു അത്. വുഡ് ക്രാഫ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വുഡുകൾ ചേർത്തിട്ടും അല്ലെങ്കിൽ വുഡ് കട്ട് ചെയ്തിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ലോഗോസ്, ഏതെങ്കിലും കമ്പനിയുടെ ലോഗോകൾ വേണമെങ്കിൽ നമ്മൾ വുഡിലത് മേക്ക് ചെയ്തിട്ട് കൊടുക്കും. CMI ഫാദേഴ്സിൻ്റെ കൃപാവാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ട് ITI ഇലക്ട്രോണിക്സ് പഠിച്ചു. 2nd ക്ലാസ്സോടെ പാസ്സായി. അതിനുശേഷം അതിൻ്റെ ഒപ്പം തന്നെ കമ്പ്യൂട്ടറും ചെയ്തായിരുന്നു. അവിടെ തന്നെ കമ്പ്യൂട്ടറും അത്യാവശ്യം ഗ്രാഫിക്സ് വർക്ക് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇരുന്നുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലുകൾക്ക് വയ്യല്ലോ, അപ്പോൾ അത് ഇരുന്നുകൊണ്ടാണ് നമ്മളെല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റാതായി. ഇപ്പോൾ ഡിസ്കിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇരുന്ന് വർക്കുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനിയുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് പവർ ലിഫ്റ്റിംഗ് ചെയ്യണം, നാഷണൽ ലെവലിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ഒരാഗ്രഹമുള്ളത് കാശ്മീർ വരെ കാർ ഓടിക്കുക എന്നുള്ളതാണ്. രാജ്യം മുഴുവൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുക, പിന്നെ ലഹരിക്കെതിരെ അങ്ങനെയുള്ളൊരു ആശയങ്ങൾ പങ്കുവച്ചിട്ട് കാശ്മീർ വരെ കാർ ഓടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. തൻ്റെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്ര രതീഷ് തുടരുകയാണ്. അതിരുടഞ്ഞ ആകാശവും കടന്ന് വിധിക്കുമേൽ അയാൾ ഇനിയും പറന്നുയരട്ടെ.